ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അർണോൾഡ് ഷ്വർസനേഗറിന്റെ ഒരു ഇൻസ്പയറിംഗ് ആയ ടോക്കാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ സക്സസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സക്സസിന്റെ ആദ്യത്തെ റൂൾ എന്നത് ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്നതാണ്. നിങ്ങൾക്കൊരു വിഷൻ ഇല്ലെങ്കിൽ, ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല. ഞാൻ ഓസ്ട്രിയയിലാണ് വളർന്നത്. എനിക്ക് ആ നാട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അവിടെ നിന്നും പുറത്തിറങ്ങണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്നെ തന്നെ ഒരു കൃഷിക്കാരനായി കാണാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ഫാക്ടറിയിലെ ജീവനക്കാരനായോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലുമായോ കാണാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ അവിടെ നിൽക്കണമെന്നും ഒരു സാധാരണ ജീവിതം നയിക്കണമെന്നായിരുന്നുവെങ്കിലും അത് അവരുടെ വിഷനായിരുന്നു, എൻ്റേതല്ല. എൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ഞാൻ സ്പെഷ്യലാണ്. ഞാൻ എന്തോ ഒരു യുണീക്കായ കാര്യത്തിനായി ജനിച്ചവനാണ്. ഫോർ സംതിങ് ബിഗ് എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയതോർക്കുന്നു. എനിക്കന്ന് 11 വയസ്സായിരുന്നു. അന്ന് ഞങ്ങളെ അമേരിക്കയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി കാണിച്ചു. അവിടുത്തെ വലിയ ഉയർന്ന കെട്ടിടങ്ങളും വലിയ പാലങ്ങളും 6 വരി പാതകളും കണ്ടപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എനിക്കിവിടെയാണ് ആയിരിക്കേണ്ടത്. ദാറ്റ്സ് വേർ ഐ വോണ്ട് ടു ബി. എനിക്ക് ഫാം ഹൗസുകളും കൊച്ചു കെട്ടിടങ്ങളും മറ്റുമുള്ള ചുറ്റുപാടുകളിലല്ല ആയിരിക്കേണ്ടത്, മറിച്ച് അമേരിക്കയിലാണ്. ഒരു ദിവസം ഞാനൊരു സ്റ്റോറിന്റെ മുന്നിലൂടെ കടന്നു പോയപ്പോൾ ഒരു മാസിക കാണാനിടയായി. ഞാനതെടുത്ത് വെറുതെ തിരിച്ചു നോക്കി. അതൊരു ബോഡി ബിൽഡിംഗ് മാഗസിൻ ആയിരുന്നു. അതിന്റെ കവറിൽ റെജ് പാർക്കിന്റെ ചിത്രമായിരുന്നു. അദ്ദേഹം 3 തവണ മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വാവ്, കൊള്ളാം, ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ്. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ വോണ്ട് ടു ഡു. ഇതാണ് എനിക്കും ചെയ്യേണ്ടത്. എനിക്കും റെജ് പാർക്കറിന്റെ പോലെ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകണം. റെജ് പാർക്കറിന്റെ പോലെ എനിക്കും സിനിമയിൽ കയറണം. എനിക്ക് ലക്ഷക്കണക്കിന് ഡോളേഴ്സ് ഉണ്ടാക്കണം. പണക്കാരനാകണം, ഫേമസ് ആകണം, റെജ് പാർക്കറിനെ പോലെ. എനിക്ക് പോകേണ്ട ദിശയെക്കുറിച്ച് ഒരു അവബോധം കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സംതൃപ്തിയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എന്നാൽ പല ആളുകൾക്കും തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയുമില്ല. എന്നാൽ എനിക്ക് ആ വ്യക്തത കിട്ടിയിരുന്നു. അടുത്ത ചോദ്യം ഇത് എങ്ങനെ നേടണമെന്നായിരുന്നു. ഗോൾ ഉള്ളത്, വിഷൻ ഉള്ളത് കാര്യങ്ങൾ എളുപ്പമാക്കും. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കും, എന്തിനാണ് ഇത്രയധികം വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. 5-6 മണിക്കൂറുകൾ ദിവസവും പരിശീലിക്കുമ്പോൾ നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണല്ലോ ഉള്ളത് എന്നവർ പറയും. ഓരോ റെപ്പ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഗോളിലോട്ട് ഓരോ ചുവടെടുക്കുന്ന അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ വിഷനിനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു അനുഭവം. അങ്ങനെ എൻ്റെ 20-ാം വയസ്സിൽ ഞാൻ ലണ്ടനിൽ മിസ്റ്റർ യൂണിവേഴ്സ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും അങ്ങനെ അതുവരെയുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്റ്റർ യൂണിവേഴ്സ് ആവുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു എന്നതാണ്. മിക്കവാറും ആളുകൾ തങ്ങൾ ചെയ്യുന്ന ജോലി വെറുക്കുന്നവരാണ്. അതിന് കാരണം അവർക്ക് ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല, അവർ ഗോളിനെ പിന്തുടർന്നില്ല എന്നതാണ്. അങ്ങനെ ലക്ഷ്യമില്ലാതെ ജോലി ചെയ്യേണ്ടതുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്ന ജോലി മാത്രമാണ്, മനസ്സിന് സംതൃപ്തി തരുന്നതല്ല. വളരെ കുറച്ചാളുകൾ മാത്രമേ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നവരുള്ളൂ. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും. എനിക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാലിഫോർണിയയിലെ ലീഡർ ആകുമെന്നുള്ളത്. എനിക്ക് അത്ര ദൂരമേ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ഞാൻ അമേരിക്കയിൽ ജനിക്കാത്തതുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് അല്പം കൂടി ചെറിയ സ്ഥാനത്തേക്ക് മത്സരിച്ചുകൂടാ? ഇത് പ്രയാസകരമല്ലേ? ഇത് താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് പലരും പറഞ്ഞു. എന്നാൽ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ കാലിഫോർണിയയിലെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് റൂൾ നമ്പർ 1, ഹാവ് എ വിഷൻ. റൂൾ നമ്പർ 2, ഡോണ്ട് ലിസൺ ടു ദി നേസേയേഴ്സ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ, നിഷേധാത്മകമായി പറയുന്നവരെ കേൾക്കാതിരിക്കുക. പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ പലരും പറഞ്ഞു,
ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നെല്ലാം. ഇറ്റ് കാൺഡ് ബി ഡൺ എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത് ഇറ്റ് ക്യാൻ ബി ഡൺ എന്നാണ്. നോ എന്ന് പറഞ്ഞപ്പോൾ യെസ് എന്നാണ് ഞാൻ കേട്ടത്. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് പോസിബിൾ എന്നാണ് ഞാൻ കേട്ടത്. നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഇറ്റ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ അൺടിൽ ഇറ്റ്സ് ഡൺ. ഒരു കാര്യം ഒരിക്കൽ സാധ്യമാകുന്നതുവരെ അത് സാധ്യമല്ല എന്ന് എല്ലാവരും പറയുമെന്ന്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ ആരും ഇതുവരെ ഈ ഒരു കാര്യം ചെയ്തു കാണില്ല, എന്നാൽ ഞാൻ അത് ചെയ്തിരിക്കും. ബോഡി ബിൽഡിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ ആക്ടിങ്ങിൽ, അഭിനയത്തിലും ചെയ്യുമെന്ന് തീരുമാനിച്ചു. അതിനായി ഞാൻ കോളേജിൽ പോയി ഇംഗ്ലീഷ് പഠിക്കാനായി. ഇംഗ്ലീഷ് ഉച്ചാരണം മികച്ചതാക്കാൻ ഞാൻ ആക്സന്റ് റിമൂവൽ ക്ലാസ്സിൽ ചേർന്നു. അതുപോലെ ആക്ടിംഗ് ക്ലാസ്സുകൾക്കും ചേർന്നു. അങ്ങനെ ദിവസം മുഴുവനും ഞാൻ പ്രയത്നിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു, ഹെർക്യുലസ്. എന്നാൽ അത് വിജയിച്ചില്ല. പക്ഷേ അതെന്നെ തളർത്തിയില്ല. അപ്പോഴും എനിക്ക് അതേ വിഷനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പല സിനിമകളിലും അഭിനയിച്ചു. അതിൽ കോനൻ ദി ബാർബേറിയൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി. അത് പുറത്തിറങ്ങിയപ്പോൾ ബോക്സ് ഓഫീസിൽ നമ്പർ 1 ഹിറ്റായി മാറി. പ്രസ് കോൺഫറൻസിൽ അതിലെ ഡയറക്ടർ ഒരിക്കൽ പറഞ്ഞു, അർണോൾഡിനെ സ്റ്റാറായി ഈ സിനിമയിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പുതിയ അർണോൾഡിനെ ഈ സിനിമയ്ക്കായി സൃഷ്ടിക്കേണ്ടി വരുമായിരുന്നു എന്ന്. ഈ ബോഡിയൊന്നും ഇപ്പോൾ സിനിമയിൽ ചിലവാകില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഈ സിനിമയിൽ അതെനിക്ക് അസറ്റായി മാറി. ഇതുപോലെ തന്നെയായിരുന്നു ദി ടെർമിനേറ്റർ എന്ന സിനിമയും. ഡയറക്ടർ ജെയിംസ് കാമറൺ പ്രസിനോട് പറഞ്ഞത്, അർണോൾഡിന് അതുപോലുള്ള ഉച്ചാരണം, ആക്സന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരു യന്ത്രത്തെ പോലെ, മഷീനിനെ പോലെ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മൂവി വിജയിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഡു നോട്ട് ലിസൺ ടു ദി നേസേയേഴ്സ്. നമുക്കെല്ലാവർക്കും ഒരു ശക്തമായ വിഷൻ ഉണ്ടായിരിക്കട്ടെ. എനിക്കത് സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനായി പ്രയത്നിക്കാൻ സാധിക്കട്ടെ.